ചരിത്രം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഡൽഹിയുടെ തെരുവുകളിൽ നിന്ന് ഉയർന്ന ആ ഒരു മുദ്രാവാക്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കിമറിച്ചു. ഇന്ത്യ ഭരിക്കുന്ന, ലോകം ഭയക്കുന്ന ഭരണാധികാരി നരേന്ദ്രമോദി ആദ്യമായി മുട്ടുമടക്കി. 5 വർഷമല്ല, 10 വർഷമല്ല, കൃത്യം 12 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ നരേന്ദ്രമോദിക്ക് വഴങ്ങേണ്ടി വന്നു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. മാധ്യമങ്ങൾ ആഘോഷിച്ചു. മോദി വീണു, മോദി തകർന്നു, പ്രതിപക്ഷം ആർത്തു വിളിച്ചു. ഇത് ജൻസിയുടെ വിപ്ലവമാണ്, മോദിയുടെ യുഗം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നിൽക്കൂ, രാഷ്ട്രീയം വിക്കിപീഡിയയിൽ വായിച്ച് പഠിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ തൊട്ടടുത്തുള്ള കണ്ണാടിയിൽ പോയി ഒന്ന് നോക്കൂ. നിങ്ങൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ തോൽവിയാണോ? അല്ല പ്രേക്ഷകരെ, അതൊരു ചരിത്രത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. മോദി തോറ്റതല്ല, തോറ്റു കൊടുത്തതാണ്. ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ ചോരപ്പുഴ ഒഴുക്കി. ലാത്തിയും തോക്കും കാട്ടി ഭ്രാന്ത് പിടിച്ചു നിന്നു. ഒടുവിൽ രാജ്യം കത്തിയമർന്നു. ഭരണാധികാരികൾക്ക് രാജ്യം വിട്ട് ഓടേണ്ടി വന്നു. പക്ഷേ ഡൽഹിയിൽ ആ ദുരന്തം ആവർത്തിക്കുമെന്ന് കണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും അഖണ്ഡതയും തകർക്കാൻ നിൽക്കുന്ന അദൃശ്യ ശക്തികളുടെ കൊതി തിരിച്ചറിഞ്ഞ് തന്റെ കയ്യിലുള്ള അമ്പും വില്ലും താഴെ വെച്ച് സ്വന്തം ഈഗോയും അഭിമാനവും രാജ്യത്തിന് വേണ്ടി ചവിട്ടി മെതിച്ച് പ്രധാനമന്ത്രി മോദി സ്വയം തോറ്റു കൊടുക്കുകയായിരുന്നു. അതെ, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ നരേന്ദ്രമോദി ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് ഒരു രാജ്യസ്നേഹിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട നിമിഷം. വിമർശകരുടെ വാടപ്പിക്കുന്ന, മോദി വിരുദ്ധരുടെ വ്യാമോഹങ്ങളെ തച്ചുടയ്ക്കുന്ന ആ ചരിത്ര നിമിഷത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. കേരളത്തിലെയും ഡൽഹിയിലെയും ചില മോദി വിരുദ്ധ മാധ്യമങ്ങളും പ്രതിപക്ഷ ബുദ്ധികേന്ദ്രങ്ങളും ചിന്തിച്ചത് എന്താണ്? 30 വയസ്സിന് താഴെയുള്ള ജെൻസി യുവതയെ തെരുവിലിറക്കിയാൽ മോദിയെ അട്ടിമറിക്കാം, BJPയുടെ 1/4 നൂറ്റാണ്ടിന്റെ ഭരണം ഇതോടെ തീർന്നു എന്നൊക്കെയായിരുന്നു അവരുടെ വ്യാമോഹം. ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കെ നിരാഹാരം കിടന്നപ്പോൾ മുതൽ അവർ ചോരപ്പുഴ ഒഴുക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങൾ അവഗണിച്ചു, സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് സമരം കത്തിക്കാൻ നോക്കി. ഒടുവിൽ സോനം വാങ്ചുകിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി അവർ വിചാരിച്ചു സംഗതി ഇത്തവണ കൊഴുത്തു എന്ന്. ഇന്ത്യ കത്താൻ പോവുകയായിരുന്നു. പക്ഷേ മോദി വിരുദ്ധർ കൂട്ടത്തോടെ ഇതാക്കാൻ എന്താണ് കാരണമെന്നറിയാമോ? അയൽരാജ്യങ്ങളായ ശ്രീലങ്കയിലെയോ ബംഗ്ലാദേശിലോ നേപ്പാളിലോ ഒക്കെ സംഭവിച്ചതുപോലൊരു ചോരപ്പുഴ ഇവിടെയും ഉണ്ടാക്കാനായിരുന്നു ആ അദൃശ്യ ശക്തികളുടെ കൊതി. അവിടുത്തെ ഭരണാധികാരികൾക്ക് വിവരമില്ലായിരുന്നു. അവർ നിസ്സഹായരായ കുട്ടികൾക്ക് നേരെ വെടിയുതിർത്തു, തെരുവുകളിൽ ചോരപ്പുഴ ഒഴുക്കി. ഒടുവിൽ രാജ്യം കത്തിച്ചാമ്പലായി ഭരണാധികാരികൾക്ക് ഒളിച്ചോടേണ്ടി വന്നു. അവർ അതേ പ്ലാൻ തന്നെയാണ് ഡൽഹിയുടെ മണ്ണിലും നടപ്പിലാക്കാൻ നോക്കിയത് എന്നത് തീർച്ചയാണ്. ഒരു വെടിവെപ്പ് നടക്കണം, ഒരാളെങ്കിലും രക്തസാക്ഷിയാകണം, അത് വലിയൊരു കലാപമായി മാറണം എന്നൊക്കെയായിരുന്നു ആ അദൃശ്യ ശക്തികളുടെ മാസ്റ്റർ പ്ലാൻ. പക്ഷെ അവിടെയാണ് നരേന്ദ്രമോദി എന്ന തന്ത്രശാലിയായ ഭരണാധികാരിയുടെ ബുദ്ധി വർക്ക് ചെയ്തത്. ഈ കെണിയിൽ ഞാൻ വീഴില്ല എന്ന് ഉറപ്പിച്ചു. ചിലരുടെ പ്രൊഫൈലുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യ അടിച്ചമർത്തണം, ഉരുക്കുമുഷ്ടി പ്രയോഗിക്കണം എന്ന് അലറി വിളിക്കും. മോദി ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറിയില്ല. അദ്ദേഹം എടുത്തത് ചരിത്രപരമായ ഒരു തീരുമാനം ആയിരുന്നു. സാഹചര്യം കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കോട്ടം തട്ടുമെന്ന് കണ്ട് പ്രധാനമന്ത്രി മോദി നേരിട്ട് രംഗത്തിറങ്ങി. വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ ഇങ്ങനെ ചെയ്യുമോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇൻസ്റ്റഗ്രാമിലൂടെ നേരിട്ട് ജൻസിയോട് ലൈവിൽ വന്ന് പ്രധാനമന്ത്രി മോദി സംസാരിച്ചു. നിങ്ങളുടെ വേദന എന്റേതാണ്, കുറ്റക്കാർ ആരായാലും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പു നൽകി. പെട്ടെന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കൂ. പരീക്ഷാ ക്രമക്കേടുകൾ നടത്തിയ NTA ഉദ്യോഗസ്ഥരെ മുഴുവൻ പുറത്താക്കി. ഭാവിയിലെ പരീക്ഷാ തട്ടിപ്പ് നടത്തിയാൽ ജീവപര്യന്തം വരെ ലഭിക്കുന്ന കടുത്ത നിയമനിർമ്മാണം കൊണ്ടുവന്നു. സർക്കാർ ആവശ്യപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരൊറ്റയടിക്ക് മോദി അംഗീകരിച്ചു കൊടുത്തു. സാധാരണ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈഗോ കാണിക്കും, ഞങ്ങൾ തോറ്റു കൊടുക്കില്ല എന്ന് വാശി പിടിക്കും. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിച്ചത് വേറെ ലെവൽ പക്വതയാണ്. രാജ്യം കത്താൻ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ വലുതല്ല തന്റെ കസേര എന്ന് അദ്ദേഹം തെളിയിച്ചു. പക്ഷേ അവിടെയും തീർന്നില്ല. ഈ സമരത്തിനിടയിൽ ക്രിമിനലുകളും ഒരുപാട് ആളുകൾ അങ്ങനെ വന്നു. എല്ലാ നഗരങ്ങളിലേക്കും ഈ സമരം ഇങ്ങനെ പടർന്നു കയറി. ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും പ്രേതം വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുന്നു. ട്രംപിന്റെ ഭ്രാന്തമായ സാമ്പത്തിക നയങ്ങൾ,
ഇറാൻ യുദ്ധമുണ്ടാക്കിയ ആഗോള പ്രതിസന്ധി, ഇതൊക്കെ ഒരേ സമയം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യക്ക് ഈ ആഭ്യന്തര കലാപം താങ്ങാൻ പറ്റില്ലെന്ന് പ്രധാനമന്ത്രി മോദിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ 12 വർഷത്തെ BJP ഭരണ ചരിത്രത്തിൽ ആദ്യമായി ഒരു കേന്ദ്രമന്ത്രിക്ക് ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അതെ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. മന്ത്രിമാരെ വെക്കുന്നതും മാറ്റുന്നതും തങ്ങളുടെ മാത്രം പരമാധികാരമാണെന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹത്തിന് രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആ ഈഗോ ഒറ്റയടിക്ക് ചവിട്ടിമെതിച്ചു. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എതിരാളികൾ വിചാരിച്ചു മോദി തകർന്നുവെന്ന്. എന്നാൽ മോദി തന്റെ മാസ്റ്റർ സ്ട്രോക്കിലൂടെ ആ പ്രതിസന്ധിയെ തകർത്ത് തരിപ്പണമാക്കി. പ്രേക്ഷകരെ, ചുരുക്കം പറഞ്ഞാൽ ഇതാണ്: അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് വിമാനമിറങ്ങി ഒരു വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ആളുകൾ കരുതിയത് ഇതൊരു തണുത്ത സമരമായി അവസാനിക്കുമെന്നാണ്. എന്നാൽ സോനം വാങ്ചുക്കിന്റെ നിരാഹാരവും അറസ്റ്റും യുവാക്കളുടെ സമരവും ഒക്കെ കൂടിച്ചേർന്നപ്പോൾ അത് ഡൽഹിയെ വിറപ്പിച്ചു. അയൽ രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയും അതേപോലെ ആവർത്തിക്കപ്പെടാൻ മോദിക്ക് മനസ്സിലായി. പക്ഷേ അദൃശ്യ ശക്തികളുടെ കൊതി തിരിച്ചറിഞ്ഞ് നരേന്ദ്രമോദി പെട്ടെന്ന് തന്നെ കരുക്കൾ നീക്കി. തോറ്റുകൊടുത്തുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിച്ച ഒരു ഭരണാധികാരിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അഹന്ത വെടിഞ്ഞ ജനാധിപത്യത്തെ മാനിക്കാൻ ഭരണകൂടത്തെ പഠിപ്പിച്ച ആ ജൻസിക്കും രാജ്യത്തിന് വേണ്ടി പക്വത കാണിച്ച നരേന്ദ്രമോദിക്കും ഒരേപോലെ കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറയാം. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അമേരിക്കയോ ചൈനയോ യൂറോപ്പോ എന്ത് പറഞ്ഞാലും അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്ന ലോകവേദികളിൽ ഇന്ത്യയുടെ തല ഉയർത്തിപ്പിടിച്ച ഒരേ ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്രയും വലിയൊരു ആഗോള പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ട്രംപിന്റെ ഭ്രാന്തമായ സാമ്പത്തിക നയങ്ങൾ ലോകത്തെ വിറപ്പിക്കുന്നു. തൊട്ടപ്പുറത്ത് ഇറാൻ യുദ്ധമുണ്ടാക്കിയ തീ പടരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊടുവിലാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനവും സാമ്പത്തിക വളർച്ചയും മുന്നോട്ട് പോകുന്നത്. ഇമാതിരി അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ തലപ്പത്തിരുന്ന് കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഈ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഭരണാധികളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? റോഡിലിറങ്ങുന്ന യുവാക്കളുടെ നേരെ പട്ടാളത്തെ വിട്ട് വെടിവെപ്പും മറ്റും നടത്തിയേനെ. അതാണ് ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ ഒക്കെ നമ്മൾ കണ്ടത്. പക്ഷേ നമ്മുടെ നരേന്ദ്രമോദി എന്താണ് ചെയ്തത്? എൻ്റെ രാജ്യത്തെ യുവാക്കളാണ്, അവരുടെ വിഷമം എൻ്റേതാണെന്ന് ചിന്തിച്ച ആ സമരം ഇങ്ങനെ നിൽക്കുമ്പോഴും അവരുടെ ഒപ്പം നിന്ന് പ്രശ്നം ഉടനടി പരിഹരിച്ചു. ചില മാധ്യമങ്ങളും വിമർശകരും പറഞ്ഞു നടക്കുന്നത് എന്താണ്? മോദി തോറ്റുപോയി, മോദിയുടെ അഹന്ത തകർന്നു എന്നൊക്കെയാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ജീവിക്കുന്ന ഒരു ഏകാധിപതിയാണോ സ്വന്തം മന്ത്രിയെ രാജിവെക്കാൻ അനുവദിച്ച് ജൻസിയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്നത്? ഒരിക്കലുമല്ല. ഇത് തോൽവിയല്ല പ്രേക്ഷകരെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. രാജ്യത്തിന്റെ അടിത്തറ തോണ്ടാൻ നോക്കിയ ബാഹ്യശക്തികളുടെ വാടപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെ അന്തസ്സ് ഒട്ടും ചോർന്നു പോകാതെ രാജ്യത്തെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചെടുത്ത ആ ഭരണ തന്ത്രജ്ഞത, അതിനെയാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വിളിക്കുന്നത്. ഇത് 100% ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയമാണ്. ജനങ്ങളുടെ ശബ്ദത്തിനു മുന്നിൽ ഭരണകൂടം മുട്ടുമടക്കി എന്നതല്ല ഇവിടെയുള്ള യാഥാർത്ഥ്യം. മറിച്ച് ജനങ്ങളുടെ വികാരവും ന്യായമായ ആവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ മാനിക്കാൻ ഭരണാധികാരികൾ തയ്യാറായി എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സൗന്ദര്യവും കരുത്തും. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി യുവത്വം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങിയപ്പോൾ ആ വികാരത്തെ ഭരണകൂടം മുഖവിലക്കെടുക്കുകയും നിയമനിർമ്മാണങ്ങളിലൂടെയും ഉദ്യോഗസ്ഥതല മാറ്റങ്ങളുടെയും അത് തിരുത്തുകയും ചെയ്തു. എത്ര ശക്തനായ ഭരണാധികാരിയായാലും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ജനങ്ങളുടെ സ്വസ്ഥതയ്ക്കും വേണ്ടി സ്വന്തം ഇതെല്ലാം മാറ്റിവെച്ച് ജനാധിപത്യ മര്യാദകൾക്ക് മുന്നിൽ വഴങ്ങാൻ തയ്യാറാകുന്നു എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആഴവും ഇതും എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അദൃശ്യ ശക്തികളുടെ കുതന്ത്രങ്ങളും രാജ്യത്തെ ശിഥിലീകരിക്കാൻ ശ്രമിച്ചവരുടെ മോഹങ്ങളും വിഫലമായി. രാജ്യം വിജയിച്ചു, ജനാധിപത്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇത് യഥാർത്ഥത്തിൽ മോദി സർക്കാരിൻ്റെ വിജയം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.